ഈ 3 പേർ കാണാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഈ സംശയ ദൂരീകരണം പൂർണ്ണമായി വരുത്തിയതിന് ശേഷം, അതായത് 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്, ജഗന്നാഥനെയും ലോകേഷിനെയും കണ്ടെത്താൻ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ അർജുൻ്റേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയതെങ്കിൽ പോലും ഇത് അർജുൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് ശാസ്ത്രീയമായ രീതികൾ, അതായത് DNA പരിശോധന, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ മൃതദേഹം വിട്ടു നൽകുക. അർജുൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അർജുൻ്റെ ട്രക്കാണ്, അതിനുള്ളിൽ അർജുൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അവർക്ക് തൃപ്തികരമായ ഒരു രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ച് മറ്റ് 2 പേരെ കൂടി കണ്ടെത്താനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇത് അർജുൻ്റെ ശരീരം തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അർജുനൊപ്പം ട്രക്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്താൻ കൂടി അത് വേണ്ടി വരും. ഏതായാലും അത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ തന്നെ ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിലേക്ക്, അതായത് കാർവാറിലെ കിംസ് ഹോസ്പിറ്റലിലേക്കാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. അവിടേക്ക് ജിതിനെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളോടും അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇക്കാര്യത്തിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ട്രക്ക് മുകൾ ഭാഗത്തേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ബടം മുകൾ ഭാഗത്ത് കുറേ കൂടി ടൈറ്റൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അവിടെ കാണുന്ന ആ മൺതിട്ടകളിൽപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അവിടെ മൺതിട്ടകളിൽപ്പെട്ട് ബടം കുരുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാർ അത് നേരെയാക്കുന്ന ഒരു പ്രവർത്തികളാണ് നടത്തുന്നത്. ഇപ്പോൾ ക്രെയിനിൻ്റെ കൈഭാഗം താഴോട്ട് മാറ്റി പരമാവധി മാറ്റിക്കൊണ്ടാണ് അതിനെ ഉയർത്താനുള്ള ശ്രമം നടത്തുന്നത്. ഏതായാലും